നമസ്കാരം. ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തായാലും അഖിൽ മാരാർ അദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടി കാണിച്ചു. ഒരു വൃത്തികേട് പറഞ്ഞു. ആ വൃത്തികേടിനെ ന്യായീകരിച്ച് മെഴുകാൻ ആരംഭിച്ചിട്ടുണ്ട്. സാർ എന്ത് പറഞ്ഞാലും ശരി, എന്റെ അഭിപ്രായം ഞാൻ മാറ്റുന്ന പ്രശ്നമില്ല. ദരിദ്രവാദി ഈ വിളി കേട്ട് എന്റെ കാതുകൾ തടംപിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ചേലനക്കി നായയുടെ ചിറുനക്കി നായെന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടല്ലോ, ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് പക്ഷെ ഒരേ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലിന് ബോധമില്ല എന്നുള്ളതും ബാക്കിയുള്ളവർക്ക് ബോധമുണ്ട് എന്നുള്ളതുമാണ് ആ വ്യത്യാസം. അത് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, എനിക്കിതിനകത്ത് ഒരു സെന്റൻസ് എടുത്ത് പറയണമെന്ന് ആഗ്രഹമാണ്. കാരണം വളരെ നന്നായിട്ട് എഴുതുന്നുണ്ട്. ഇനി പരിപാടി തുടരുന്ന ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ ജീവിതം തകർത്തു, എന്റെ സൗന്ദര്യം തകർത്തു, ഇനി നാശത്തെ പ്രസവിച്ചാൽ എന്താകും എന്റെ ജീവിതം എന്ന ചിന്തയുമായി ജീവിക്കുന്ന സ്ത്രീ രൂപങ്ങളുമായി ജീവിക്കുന്ന നികൃഷ്ട ജന്മങ്ങൾ. ഇത്ര മനുഷ്യത്വം ഇല്ലാണ്ട് എങ്ങനെ പെരുമാറാൻ കഴിയണു? എനിക്ക് സഹതാപമുണ്ട്. രോഗം വരുന്നതിനേക്കാൾ നല്ലത് പ്രതിരോധമാണ് എന്ന വിഷയത്തിന്റെ പ്രാധാന്യം പറയുകയാണ്. അപ്പൊ എന്താ ഗർഭിണി ആവാതിരിക്കണോ? അല്ല, ഗർഭം വരുന്നതിനെക്കാട്ടി നല്ല ഗർഭിണി ആകാതിരിക്കുന്നതാണല്ലോ. പിന്നെ ഈ നോർമൽ ഡെലിവറി എന്നത് ഇന്ന് കാണാനില്ലാത്ത അവസ്ഥയായെന്ന് പറയുമ്പോൾ ഒരു കാര്യം ചെയ്യും, ഓരോ ആശുപത്രിയിലും ഓരോ ദിവസം വെച്ച് പോകും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? അടുത്ത സെന്റൻസ് പറയാണേ, സിസേറിയൻ വേണ്ട എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന്. എന്നാ എനിക്ക് നോർമൽ ഡെലിവറി കാണണം. കോഴി മരിക്കാൻ പാടില്ല എന്നാ എനിക്ക് ചിക്കൻ കഴിക്കണം. കാണ്ടാമൃഗത്തെ വേണേ കണ്ടോ, അങ്ങോട്ട് നോക്കിയാ മതി. നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതിലൂടെ, നിങ്ങൾ എന്നെ ആക്രമിക്കുന്നതിലൂടെ ഇവിടുത്തെ മറ്റൊരു മാഫിയക്ക് വലിയ രീതിയിൽ കേരളത്തിൽ പിടിമുറുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത്. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ ടേ എന്ന് 2 പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. വിഡ്ഢിത്തങ്ങൾ വിളമ്പി കിടന്നുരുളരുത് കേട്ടോ. പണ്ട് ആരോ പറഞ്ഞു കൊടുത്തിട്ടുള്ള വിവരക്കേടുകളൊക്കെ അലങ്കാരമായി കൊണ്ടു നടക്കുന്ന കുറെ വിവരമില്ലാത്തവന്മാര് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ വിവരമില്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് വിവരമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് കൂടെ തോന്നണ്ടേ? ഇതുവരെയുള്ള എല്ലാ അപായത്തിനും ഉപായം കണ്ടെത്തിയവനാണ് ഈ ലാലിച്ചൻ. ഈ ഒരു അപായത്തിനും ഒരു ഉപായം ഈ ലാലിച്ചൻ കണ്ടെത്തും.